ഇന്ന് 1 kg ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വൈറ്റ് ഫോറസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ആദ്യം ഒരു വാനില സ്പോഞ്ച് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ടൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിന് മുകളിലേക്കായിട്ട് ഒരു അരിപ്പ് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഇനി 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മൈദ ഇതിൽ നിന്ന് മാറ്റിയിട്ടൊന്നുമില്ല, അല്ലാതെ തന്നെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തരിച്ചെടുക്കാം. പാൽപ്പൊടി നിർബന്ധമൊന്നുമില്ല, വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും. ഞാനിപ്പോൾ ഇത് ഒരു തവണ ഒന്ന് അരിച്ച ശേഷം നന്നായിട്ട് വിസ്ക് വെച്ചിട്ടൊന്ന് മിക്സാക്കി മാറ്റി വെക്കുകയാണ്. അല്ലെങ്കിൽ ഒരു 3 തവണ അരിപ്പയിൽ തന്നെ ഒന്ന് അരിച്ചെടുക്കാം. ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാനായിട്ടുള്ള 7 ഇഞ്ചിൻ്റെ ഒരു പാന് ഗ്രീസ് ചെയ്തൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് കേക്കിലേക്ക് ആവശ്യമായിട്ടുള്ള എഗ്ഗ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് റൂം ടെമ്പറേച്ചറിലുള്ള 3 മുട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും 1/2 ടേബിൾ സ്പൂൺ വിനീഗറും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ വിനീഗർ ചേർക്കുന്നത് മുട്ടയുടെ സ്മെല്ല് ഒട്ടും തന്നെ കേക്കിൽ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് ഏകദേശം ഒന്ന് നന്നായിട്ട് ബീറ്റായി വരുന്ന സമയത്ത് നമുക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര കുറേശ്ശെ ചേർത്ത് നല്ല ക്രീമി ആയിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു 3-4 തവണയായിട്ടാണ് പഞ്ചസാര ചേർത്ത് ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മുട്ട ബീറ്റ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നല്ല വൈറ്റ് കളറായി വരുന്നത് വരെ, നല്ല ക്രീമി ആയിട്ട് വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കണം. അങ്ങനെ ആകുമ്പോഴേ നമുക്ക് നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്ക് റെഡിയായി കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പഞ്ചസാര മൊത്തമായിട്ടിട്ട് നല്ല ക്രീമി ആയിട്ട് ഇതാ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് ജസ്റ്റ് എല്ലാ ഭാഗത്തേക്കും ആകുന്ന രീതിയിലൊന്ന് ബീറ്റ് ചെയ്ത ശേഷം നമുക്ക് ബീറ്റർ ഓഫാക്കാം. അപ്പോൾ നമ്മുടെ എഗ് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇനി നമുക്ക് നേരത്തെ അരിച്ച് വെച്ച ഫ്ലോർ കുറേശ്ശെ ചേർത്ത് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ഫ്ലോർ ചേർക്കുന്ന സമയത്തും കുറേശ്ശെ ചേർത്തിട്ട് മിക്സാക്കി എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ അതാ ഫ്ലോർ മൊത്തമായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ബാറ്റർ കുറച്ച് തിക്കായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂണ് പാലൊഴിച്ച ശേഷം നല്ലൊരു ബാറ്ററാക്കി എടുത്താൽ മതി. ഇനി നമുക്ക് പാനിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ കേക്ക് ബേക്ക് ചെയ്യുന്നത് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ടാണ്. അപ്പോൾ അതാ ബേക്ക് ചെയ്യാനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതുപോലൊരു തട്ടെന്തെങ്കിലും വെച്ച് കൊടുത്ത് ഒരു 5 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ചൊന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട് വേണം പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട്. ഇനി ഒരു 5 മിനിറ്റിന് ശേഷം നമുക്ക് കേക്ക് ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടൊരു 40 മുതൽ 45 മിനിറ്റ് വരെ ഒന്ന് ബേക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ 40 മിനിറ്റ് ആയാൽ തുറന്ന് നോക്കിയിട്ടൊന്ന് ബേക്കായിട്ടുണ്ടോ നോക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റും കൂടെ വെച്ചിട്ടൊന്നും കൂടെ ഒന്ന് ബേക്ക് ചെയ്തെടുത്താൽ മതി. ആ ഒരു 40 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് നന്നായിട്ടും തണുത്ത ശേഷം ഒരു 3 ലെയറാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഐസിങ് ചെയ്യാനായിട്ട് കേക്ക് ബോർഡിലേക്ക് കുറച്ച് ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഫസ്റ്റ് ലെയർ വെച്ചിട്ട് ഷുഗർ സിറപ്പ് വെച്ച് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കാം. 1/2 കപ്പ് ഷുഗറും 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് മെൽറ്റാക്കി എടുത്തിട്ടുള്ളതാണ് ഷുഗർ സിറപ്പ്. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത്യാവശ്യം നന്നായിട്ടുണ്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുത്ത ശേഷം ഇതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് വൈറ്റ് ചോക്ലേറ്റും കൂടെ ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗനാഷ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മൊത്തമായിട്ട് ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. ഇനി സെക്കൻഡ് ലെയറും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ സെക്കൻഡ് ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് മുകളിലും നേരത്തെ ചെയ്ത പോലെ തന്നെ ഷുഗർ സിറപ്പ് വെച്ച് നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുത്ത ശേഷം ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഫസ്റ്റ് ലെയർ ചെയ്ത പോലെ തന്നെ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ സെക്കൻഡ് ലെയർ നമ്മൾ ക്രീമൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചോക്ലേറ്റും കൂടെ ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ലെയറും വെച്ച് ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് എല്ലായിടത്തുനിന്ന് ക്രീം അപ്ലൈ ചെയ്ത ശേഷം ഒന്ന് ക്രം കോട്ട് ചെയ്ത്
ഒരു അരമണിക്കൂർ നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ ലെവൽ ചെയ്ത ശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ അരമണിക്കൂറിന് ശേഷം എടുത്തിട്ടുള്ള കേക്കാണിത്. ഇനി നമുക്ക് മുകളിലും സൈഡിലൊക്കെ ആയിട്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് ഫിനിഷാക്കി എടുക്കാം. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഫിനിഷാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ സ്റ്റാർ നോസിൽ വെച്ചിട്ട് കേക്കിൻ്റെ മുകളിലും അടിയിലൊക്കെ ആയിട്ട് ഇതുപോലെ ബോർഡർ വരച്ചെടുത്ത് ഓരോ ചെറിയ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മുകളിൽ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കേക്കിൻ്റെ വെയിറ്റ് ഒന്ന് നോക്കാം. അപ്പോൾ 1 കിലോയും 172 ഗ്രാമുമാണ്. അപ്പോൾ നമ്മൾ കേക്ക് ബോർഡിൻ്റെ വെയിറ്റ് ഇതിൽ നിന്ന് കുറക്കും കേട്ടോ. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.